പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ 6 സംസ്ഥാന സമ്മേളനങ്ങൾ കവർ ചെയ്ത ഒരാളാണ് നമ്മുടെ അന്തർദേശീയ വാർത്തകൾ അവതരിപ്പിക്കുന്ന പി ജെയിംസ്. കൊല്ലത്ത് വിഭാഗീയത ഏറ്റവും ഓളം വെട്ടി കത്തി നിന്ന സമയത്തായിരുന്നു പി ജെയിംസ് സംസ്ഥാന സമ്മേളനം കവർ ചെയ്യാൻ കൊല്ലത്തെത്തിയത്. വീണ്ടും കൊല്ലത്ത് ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പി ജെയിംസിൻ്റെ ഓർമ്മയിൽ എന്തായിരിക്കും CPM-ന്റെ ഈ 6 തവണത്തെ നടന്ന സംസ്ഥാന സമ്മേളനങ്ങൾ? പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഇന്ന് നമുക്ക് വിദേശ വാർത്തയ്ക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയധികം സംസ്ഥാന സമ്മേളനങ്ങൾ കവർ ചെയ്യുകയും വിഭാഗീയത അടിമുടി പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്ത കാലത്താണ് പി ജെയിംസ് ദീപികയിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ന് സംസ്ഥാന സമ്മേളനം കവർ ചെയ്യാനായി പോയത്. ഇപ്പോൾ കൊല്ലത്ത് സമാധാനപരമായി യാതൊരു വിഭാഗീയതയും ഇല്ലാത്ത സംസ്ഥാന സമ്മേളനം അരങ്ങേറുന്നു. കൊല്ലം മുതൽ കൊല്ലം വരെ പറയും. എന്തായാലും ഞാൻ പോസിറ്റീവായിട്ട് തുടങ്ങാം. കാരണം ഇപ്പോൾ കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വലിയ സമാധാനമുണ്ട്. വിഭാഗീയത ഇല്ലാതായിരിക്കുന്നു. ഗ്രൂപ്പുകൾ ഉള്ളിലൊക്കെ ഉണ്ടാവാം, പക്ഷെ പുറത്തേക്ക് അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ഒരേ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു നീക്കത്തോടെയാണ് പോകുന്നത്. പക്ഷേ 1995 കൊല്ലത്തെ സമ്മേളനം നടന്നപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നതിൻ്റെ പ്രസക്തി ചോദിക്കാതിരിക്കാം, പക്ഷേ ഒരുപാട് കാലം കൊണ്ട് പാർട്ടി കുറച്ചുകൂടി ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ കൂടിയാണ്. കൊല്ലത്തെ സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള എതിർചേരി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ശ്രീ ബാലാനന്ദനും, EMS-ന്റെ ആശീർവാദത്തോടെ ശ്രീ ബാലാനന്ദനും MM ലോറൻസും TK രാമകൃഷ്ണനും ഒക്കെ അടങ്ങുന്ന, ഒരുപക്ഷെ അന്ന് CIT ലോബി എന്നൊക്കെ പറഞ്ഞിരുന്നു, അവർക്കായിരുന്നു, അവരുടെ നേതൃത്വത്തിലായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നത്. VS-ന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. കൊല്ലത്തിന് മുമ്പ് സമ്മേളനം നടന്നത് 92 കോഴിക്കോട് വെച്ചാണ്. അവിടെ ഭൂരിപക്ഷം പ്രതിനിധികളും VS-ന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റികളായിരുന്നു. പക്ഷേ വളരെ നാടകീയമായി നായനാർ സ്ഥാനാർത്ഥിയാവുകയും 3 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ VS-നെ പരാജയപ്പെടുത്തി കോഴിക്കോട് നടന്ന 92 സമ്മേളനത്തിൽ നായനാർ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തതോടെയാണ് പാർട്ടിയിൽ വിഭാഗീയത ശക്തമായത്. അതിൻ്റെ ബഹിർഗമനമായിരുന്നു പിന്നീട് നടന്ന കൊല്ലത്ത് 95 നടന്ന സമ്മേളനത്തിൽ കണ്ടത്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ 15 സ്ഥാനാർത്ഥികൾ VS പക്ഷത്തു നിന്ന് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചു. ഒരാൾ ജയിച്ചു, 14 പേർ തോറ്റു. അതിലൊരുപാട് പ്രശ്നങ്ങൾ നടന്നുവെന്ന് പറഞ്ഞിരുന്നു. കാരണം വോട്ടെണ്ണലിനെ കുറിച്ചുള്ള കൃത്രിമം നടന്നുവെന്നുള്ള ആരോപണം വന്നു. പിന്നീട് പാലക്കാട് സമ്മേളനത്തിൽ, തുടർന്ന് പാലക്കാടാണ് സമ്മേളനം നടന്നത് 3 വർഷത്തിന് ശേഷം 99. അന്ന് സമ്മേളനം നടക്കുമ്പോൾ VS-ന് ആധിപത്യം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. VS ഇതുപോലെ തന്നെ 15 പേരെ മത്സരിപ്പിച്ചു. മറുപക്ഷത്തുള്ള 9 പേരെ വെട്ടിനിരത്തി. അതിൽ MM ലോറൻസ് അടക്കം പ്രമുഖരായിട്ടുള്ള രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് വരെ വീഴുന്ന അവസ്ഥയുണ്ടായി. പാലാരിക്കുളത്ത് VS-നെ തോൽപ്പിച്ചതിനെതിരെ പ്രതികാരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം SKN ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് പാർട്ടി ഏതാണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കും, പക്ഷേ ചരിത്രം കൂടിയാണല്ലോ. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ഇപ്പോൾ വിദേശ ഇതിനെക്കുറിച്ച് SKN പറഞ്ഞു. ഒരുപക്ഷെ സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അന്താരാഷ്ട്ര തലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തുടങ്ങുന്നത്. അത് ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും ഇപ്പോൾ മാറി വരുന്ന ലോകക്രമവും ഒക്കെ ആയിരിക്കും. SKN ഓക്കെ, താങ്ക് യു പി ജെയിംസ്. എന്തായാലും ഈ സമ്മേളനത്തോടെ ഒന്ന് പോയി അത് 7 ആക്കാമായിരുന്നു, 6. ഓക്കെ, പി ജെയിംസ് ആണ് നമുക്കിപ്പം ചേർന്നത്. അദ്ദേഹം ഈ 6 സംസ്ഥാന സമ്മേളനം കവർ ചെയ്യാൻ ഒരു പത്രപ്രതിനിധിയായി അവിടെ എത്തിയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു.